ഷിഫാസ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് തനി നാടൻ രീതിയിൽ നല്ലൊരു ചിക്കൻ പെരട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ ഒരു ചിക്കൻ പെരട്ട് റെഡിയാക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ്. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൊത്തി അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈവച്ച് വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് ഒരു മിനിമം 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം. ഞാനിവിടെ 2 മണിക്കൂറോളം സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ രീതി ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഒരു 7-8 എണ്ണം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത്. ഇനി 2 പച്ചമുളകും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒരു 2-3 മിനിറ്റോളം സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അടുപ്പ് തുറന്ന് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുക്കണം. അങ്ങനെ ഒരു 10-15 മിനിറ്റോളം സമയം നമ്മുടെ ചെറു തീയിലിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാനായിട്ട് വെച്ചിരിക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒരു 15 മിനിറ്റോളം സമയം ചെറു തീയിലിട്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. അടുപ്പ് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റോളം സമയം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. തനി നാടൻ രീതിയിലാണ് ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. നല്ലൊരു മണം തന്നെയാണ്. നമ്മുടെ വെളിച്ചെണ്ണയുടെയും ആ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടപ്പോൾ പ്രത്യേക ഒരു രുചിയും മണവും തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ പെരട്ടാണ്. ഇങ്ങനെ 5 മിനിറ്റോളം സമയം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ചിക്കൻ പെരട്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.